നമുക്കൊന്നും ജീവിതത്തിൽ അങ്ങനെ എല്ലാത്തിനോടും സറണ്ടർ ചെയ്ത് എല്ലാവരുടെയും കാല് പിടിച്ച് എല്ലാവർക്കും കീഴടങ്ങി പറഞ്ഞതൊക്കെ തിരുത്തി പറഞ്ഞ് എല്ലാവരോടും മാപ്പ് പറഞ്ഞ് അങ്ങനെ ഒരു പുളുന്താൻ ജീവിതം എന്തിനാണ് ജീവിതത്തിൽ? നമുക്കൊക്കെ ചില നിലപാടുണ്ട്. തെറ്റിയാൽ നമുക്ക് മാപ്പ് പറയാം, തെറ്റെന്ന് നമുക്ക് ബോധ്യപ്പെടുന്ന നിമിഷം. അതല്ലാതെ നമ്മുടെ ഒരു ലാഭത്തിന് വേണ്ടി, ഒരു നേട്ടത്തിന് വേണ്ടി, ഒരു വിജയത്തിന് വേണ്ടി അത് പാടില്ലാത്ത ചില മനുഷ്യരുണ്ടല്ലോ, അവരെ കാണുമ്പോൾ നമുക്കുമൊക്കെ തോന്നും അതൊരു ശരിയായിരുന്നില്ലേ. ജ്ഞാനപ്പാന വളരെ മനോഹരമായ, എനിക്ക് തോന്നുന്നത് ജാതിമത ഭേദമന്യേ മനുഷ്യൻ ഹൃദ്യസ്ഥമാക്കേണ്ട ഏറ്റവും മനോഹരമായ വരികളാണ്. അത് സ്വാംശീകരിച്ച് ചിന്തയുടെയും മനോഭാവത്തിൻ്റെയും ഭാഗമാക്കിയാൽ അത് മതിയായതാണ് ഒരു മനുഷ്യന് ശാന്തമായി ഈ ഭൂമിയിൽ ഇങ്ങനെ ജീവിച്ചു മരിക്കാൻ. ഞാനൊരു വരികൾ ഓർത്തുപോയി, കാണാതെ എല്ലാം അറിയില്ല. സ്ഥാനമാനങ്ങൾ ചൊല്ലിക്കലഹിച്ചു നാണം കെട്ടു നടക്കുന്നിതു ചിലർ, മതമത്സരം ചിന്തിച്ചു മതി കെട്ടു നടക്കുന്നിതു ചിലർ, ചഞ്ചലാക്ഷിമാർ വീടുകളിൽ പൂക്കൂ കുഞ്ചിരാമനായാടുന്നതു ചിലർ, കോലകങ്ങളിൽ സേവകരായിട്ട് കോലം കെട്ടി ഞെളിയുന്നിതു ചിലർ, ശാന്തി ചെയ്തു പുലർത്തുവാനായിട്ട് സന്ധ്യയോളം നടക്കുന്നതു ചിലർ. ഇങ്ങനെ പറഞ്ഞിട്ട് ഏറ്റവും അവസാനം വിദ്യ കൊണ്ടറിയേണ്ടതറിയാതെ വിദ്വാനെന്നു നടിക്കുന്നിതു ചിലർ, കുങ്കുമത്തിൻ്റെ ഗന്ധമറിയാതെ കുങ്കുമം ചുമക്കും പോലെ ഗർദഭം, കൃഷ്ണ കൃഷ്ണ നിരൂപിച്ചു കാണുമ്പോൾ തൃഷ്ണ കൊണ്ടേ ഭ്രമിക്കുന്നിതൊക്കെയും. ഇതാണ് ജ്ഞാനപ്പാനയിലെ വരികൾ. ഇത് ഞാൻ ഓർത്തുപോയത് എന്തെന്നറിയോ? ഞാൻ ഈ KSTUവിൻ്റെ മലപ്പുറത്തെ മാഷുമാരുടെ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ ചെന്നപ്പോൾ ഞാൻ മുൻപ് ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ലാത്ത, പലപ്പോഴും എൻ്റെ വീഡിയോയിൽ പരാമർശ വിഷയമായിട്ടുള്ള ഒരാളാണ് PA ജബ്ബാർ ഹാജി എന്ന് പറയുന്ന മനുഷ്യൻ. ഞാൻ അദ്ദേഹത്തെ നേരിട്ട് കണ്ടിട്ടില്ലായിരുന്നു. ഞാൻ യഥാർത്ഥത്തിൽ ഈ പരിപാടിക്ക് ചെന്നപ്പോൾ അദ്ദേഹം ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റായി, പ്രതിപക്ഷമില്ലാത്ത ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റ് എന്ന് മാത്രമല്ല, മലപ്പുറം പോലൊരു ജില്ലയിൽ ലീഗിൻ്റെ ഒരു സംഘടനാ സംവിധാനമൊക്കെ ഉള്ള ഒരു ജില്ലയിൽ ഒരു ദിവസം തന്നെ ചിലപ്പോൾ 2 ഡസൻ പരിപാടികളിലധികം ഉള്ളപ്പോൾ പോലും ഉച്ചയ്ക്ക് തിരക്കൊഴിവാക്കി എന്നെ കാണാൻ എന്ന് തന്നെ പറഞ്ഞിട്ട് ഏതാണ്ടൊരു 2-2.5 മണിക്കൂറോളം എന്നോടൊപ്പം ഒരു സ്നേഹാതുരനായ സഹോദരനെ പോലെ, ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെ ഇഷ്ടത്തോടെ എന്നെ കാണാൻ വന്ന ആ കൂടിക്കാഴ്ച എനിക്കൊരുപാട് സന്തോഷമുണ്ടാക്കുന്നൊരു കൂടിക്കാഴ്ചയായിരുന്നു. തുടക്കത്തിൽ കാണാൻ പറ്റിയത് ഒരു മാസമാവില്ല. ഇല്ല, 20 ലക്ഷം പഞ്ചായത്തുകൾ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമാരൊക്കെ പലരും പരിചിതരാണ്. അഴകിയ രാവണനെപ്പോലെ ഒരുങ്ങി കടിച്ചാൽ പൊട്ടാത്ത വാക്കുകൾ പറഞ്ഞ് ശ്വാസം പിടിച്ചകത്തേക്ക് നിർത്തി മറ്റുള്ളവരുടെ മുന്നിൽ ഒരു അഭൗതിക ബുദ്ധിജീവി സാന്നിധ്യം പോലെയൊക്കെ നിറഞ്ഞാടുന്ന ഒരുപാട് ആളുകളുടെ കാലത്ത്, പദവികൾ വല്ലാതെ പമ്പിൽ കാറ്റടിച്ച് വീർപ്പിക്കുന്ന പന്ത് പോലെ വല്ലാതെ വീർത്തു പൊട്ടുന്ന കാലത്ത് വളരെ സ്വാഭാവിക മനുഷ്യനായി, വളരെ എളിമയും വിനയവുമുള്ള മനുഷ്യനായി ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻറ്റ് എന്ന് പറയുന്ന പദവി നമ്മൾ ഓർക്കേണ്ടത് ഒരു MLAക്ക് ഒരു മണ്ഡലത്തിൽ മാത്രമാണ് സാന്നിധ്യമെങ്കിൽ ഒരു ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റ് എന്ന് പറയുന്നത് എത്രയോ മണ്ഡലങ്ങളുടെ മേലുള്ള ഒരു ഏക
സ്ഥാനമാണത്. ആ പദവിയുമായി അദ്ദേഹം കാണാനെത്തുമ്പോൾ ഞാൻ പ്രതീക്ഷിച്ചത് വിജയത്തിൻ്റെ വീരഗാഥകളും അല്ലെങ്കിൽ പിടിച്ചെടുത്തതിൻ്റെ കഥകളും അതിൽ തൻ്റെ മിടുക്കും വൈഭവവുമൊക്കെ ചേർത്ത് വെച്ച വീരസ്യം നിറഞ്ഞ കഥകളായിരിക്കുമെന്നാണ്. പക്ഷേ ഞാൻ കേട്ടത് അതൊന്നുമല്ല. മനുഷ്യനെ സഹായിച്ച, ഇപ്പോഴും ഉള്ളിൽ കൊണ്ടു നടക്കുന്ന ജനസേവനത്തിൻ്റെ, ജീവകാരുണ്യ പ്രവർത്തനത്തിൻ്റെ ഒരു അടങ്ങാത്ത മനുഷ്യൻ്റെ ആഗ്രഹവും ദാഹവും ലക്ഷ്യവുമാണ് അദ്ദേഹം പങ്കുവച്ചത്. കൊണ്ടോട്ടി ഡയാലിസിസ് സെൻറ്റർ എന്ന് പറയുന്ന ശിഹാബ് തങ്ങളുടെ പേരിലുള്ള ഒരു ഡയാലിസിസ് സെൻറ്റർ, അത് ആരംഭിച്ചതും 4-5 മിഷനിൽ നിന്ന് 10, 25, 30, 50 മിഷനിലേക്ക് വളർന്ന സംഗതിയും ഒടുവിലിപ്പോൾ ഒരു മാസം 45 ലക്ഷം രൂപ അത് ചെലവ് നടത്താൻ വേണ്ടി ദൈനംദിനം കണ്ടെത്തിത്തരുന്ന മനുഷ്യരുടെ സ്നേഹവും അതിന് കാരണമായതിൻ്റെ ഒരു സുഖവും നന്മയും സന്തോഷപൂർവ്വം പങ്കുവെക്കുമ്പോൾ ആ മുഖത്ത് ഞാൻ ഈ ജ്ഞാനപ്പാനയിൽ പാടിയതുപോലെ ഈ ചില ഭാവങ്ങൾ അല്ലെങ്കിൽ ചില വീരസ്യത്തിൻ്റെ ലക്ഷണങ്ങളോ അല്ലെങ്കിൽ അത്തരം ഭാവങ്ങളോ ഒന്നും കാണാനുണ്ടായിരുന്നില്ല. എന്ന് മാത്രമല്ല, എന്നോട് അദ്ദേഹം ആദ്യം ബന്ധപ്പെടുമ്പോൾ അദ്ദേഹം ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റ് ആയതിനു ശേഷം എൻ്റെ വാട്സപ്പ് തിരഞ്ഞപ്പോൾ അതിൽ കിടന്നത് ഈ കൊണ്ടോട്ടി ഡയാലിസിസ് സെൻറ്ററിലേക്ക് ഒരിക്കൽ വരണമെന്നും അവിടുത്തെ ആളുകളെ കാണണമെന്നും സംസാരിക്കണമെന്നും പ്രകടിപ്പിച്ച ഒരാഗ്രഹമായിരുന്നു. എന്തായാലും അവിടെ പോകണം ഇൻഷാ അല്ലാഹ്. പക്ഷേ അതിൻ്റെ ഒരു സാരഥി എന്ന നിലയിൽ അദ്ദേഹത്തെ കണ്ടു. പിന്നെ ഇനി എന്ത് എന്ന ചോദ്യത്തിന് സാധാരണ ഈ പദവിയിലെത്തുന്നവർ MLA-യും മന്ത്രിയും അതിനപ്പുറത്തെ പദവികളുമാണ് സ്വപ്നം കാണുന്നതെങ്കിൽ അദ്ദേഹത്തിന് പറഞ്ഞാലത്രയും തീരാത്തതുള്ളത് സ്റ്റെപ്സ് എന്ന് പറയുന്ന മനസ്സിലുള്ള ഒരു പദ്ധതിയെക്കുറിച്ചാണ്. ശിഹാബ് തങ്ങൾ എംപവേർഡ് പാലിയേറ്റീവ് സർവീസ് സ്റ്റെപ്സ്, ഏതാണ്ട് ഒരു വലിയ തുക 10-35 കോടിയോളം രൂപ ചെലവ് വരുന്ന ഒരു മഹത്തായ പദ്ധതിയുടെ ആ ഹൃദയത്തിൽ നിറഞ്ഞ ഭാവങ്ങൾ അദ്ദേഹം പങ്കുവെക്കുമ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് നോക്കിയിരിക്കുകയായിരുന്നു. കാരണം അത് പറയാനുള്ള ഒരു ആവേശവും സന്തോഷവും തൃപ്തിയും ഒക്കെ എത്ര വലുതാണ്. ഹൈദരലി ശിഹാബ് തങ്ങൾ അദ്ദേഹത്തോട് ഒരിക്കൽ പറഞ്ഞത്രേ, നമുക്ക് ഈ ഓട്ടിസം എന്നൊന്നും അദ്ദേഹത്തിന് ഹൈദരലി ശിഹാബ് തങ്ങൾക്ക് പറയാനായില്ലെങ്കിലും ഈ വയ്യാത്ത കുഞ്ഞുങ്ങളുണ്ടല്ലോ, ആ കുഞ്ഞുങ്ങളെ നമുക്ക് പരിചരിക്കുന്നതിന് എന്തെങ്കിലും വേണം. നമ്മുടെ നാട്ടിലേക്ക് ഒത്തിരി പേരില്ലേ, അതിനെക്കുറിച്ച് ജബ്ബാർ ഹാജി ഒന്ന് ആലോചിക്കൂ എന്ന് പറഞ്ഞപ്പോൾ അത്തരമൊരു ചിന്തയിൽ നിന്ന് മനസ്സിൽ ഉൾക്കൊണ്ടതാണ് ഈ സ്റ്റെപ്സ്. 10-35 കോടി രൂപയുടെയെങ്കിലും പദ്ധതിയാണ്. ഒരുപാട് സ്ഥലവും അതിൻ്റെ സൗകര്യങ്ങളും വിശദമായി ഞാൻ പിന്നീട് പറയാം. അവർക്കുള്ള റീഹാബിലിറ്റേഷൻ, അവരെ വീട്ടിൽ നിന്ന് വണ്ടിയിൽ എടുത്തുകൊണ്ട് വന്നിട്ട് ഈ പക്ഷാഘാതം ബാധിച്ചവർക്കുള്ള ഫിസിയോതെറാപ്പി, അവർക്ക് വേണ്ടിയുള്ള ഗെയിമുകൾ, അവർക്ക് വേണ്ടിയുള്ള സന്തോഷം, 1500-2000 പേർക്ക് ഭക്ഷണം കഴിക്കാനുള്ള ഭക്ഷണപ്പുര, പിന്നെ അതൊക്കെ അടക്കമുള്ള മഹത്തായ ഒരു സംവിധാനം. അതല്ല അതിൻ്റെ വലിപ്പം. ഇത്തരമൊരു പദ്ധതി പ്രഖ്യാപിച്ചിങ്ങനെ മുന്നോട്ട് പോയപ്പോൾ ഇതിൻ്റെ വാർത്ത കണ്ട് കേന്ദ്ര കോർപ്പറേറ്റ് കമ്പനി അഫയേഴ്സ് മന്ത്രാലയത്തിൽ നിന്ന് ചില കൺസൾട്ടൻറ്റ്സ് സമീപിച്ചു. കേരളത്തിലെ, ഇന്ത്യയിലെ വിവിധ കോർപ്പറേറ്റ് സ്ഥാപനങ്ങളിൽ നിന്ന് ഇതിൻ്റെ നടത്തിപ്പിനായി നിങ്ങൾക്ക് ആവശ്യമുള്ള ധനസഹായം ലഭ്യമാക്കാം, ഗ്രാൻഡായി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അത് കേട്ടാൽ ആരാണ് സന്തോഷിക്കാത്തത്? അതിൻ്റെ പേപ്പറുകൾ നീക്കി, അതിൻ്റെ ബാക്കിയുള്ള സംഗതികളൊക്കെ നീക്കി, കൺസൾട്ടൻറ്റുമാർ അതിൻ്റെ പണിയെടുത്തു, വിവിധ സ്ഥലങ്ങളിലൊക്കെ അതെത്തിച്ചു, പ്രാഥമിക അപ്രൂവൽ കേന്ദ്ര സർക്കാർ നൽകി, ഒക്കെ അങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോൾ ഒടുവിൽ ഒരു ഗവൺമെൻറ് സെക്രട്ടറി ചോദിച്ചു, എന്താണ് ഈ സ്റ്റെപ്സിൻ്റെ എക്സ്പാൻഷൻ? മറുപടി പറഞ്ഞു, ശിഹാബ് തങ്ങൾ. ആരാണ് ശിഹാബ് തങ്ങൾ? അത് ഇങ്ങനെയാണ്. അദ്ദേഹത്തിൻ്റെ മറുപടി, അങ്ങനെ ഒരാളിൻ്റെ, ഒരു സമുദായത്തിൻ്റെ, ഒരു വ്യക്തിയുടെ പേരിലുള്ള ഒരു സ്ഥാപനത്തിനോ പദ്ധതിക്കോ ഫണ്ട് തരാനാവില്ല. ഇതിന് മുൻകൈയെടുത്ത കൺസൾട്ടൻ്റന്മാർ ഭയങ്കരമായിട്ട് ഞെട്ടി. നമുക്കറിയാം കൺസൾട്ടൻസിക്ക് വരുന്നവർ അവരിതെങ്ങനെയും മാനിപ്പുലേറ്റ് ചെയ്യാൻ ശ്രമിക്കും. ഒരു രാത്രിയിൽ അവർ ജബ്ബാർ ഹാജിയെ വിളിച്ചിട്ട് പറയുന്നു, ജബ്ബാർ ഹാജി, നമ്മുടെ പരിപാടിയെല്ലാം ക്ലിയറാണ്, ഇനി ഈ പ്രിൻസിപ്പൽ സെക്രട്ടറി കണ്ടാൽ നേരെ കമ്പനി അഫയേഴ്സിൻ്റെ മിനിസ്റ്റർക്കാണ് പോകുന്നത്. അത് ഒപ്പിട്ട് കഴിഞ്ഞാൽ പിന്നെ സാങ്കേതികത്വം മാത്രമാണ് പ്രധാനമന്ത്രി അംഗീകരിക്കുക എന്ന് പറയുന്നത്. പക്ഷേ അതിലൊരു ചെറിയ പ്രശ്നമുണ്ട്. ശിഹാബ് തങ്ങൾ എന്നുള്ളതിന് നമ്മൾ വേറെന്തെങ്കിലും ഒരു പേര് കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞു. അതൊന്ന് നാളെ കൂടി ആലോചിച്ചിട്ട് ഒന്ന് പറഞ്ഞോളൂ എന്ന് പറഞ്ഞത്രേ. ജബ്ബാർ ഹാജിയുടെ മറുപടി വളരെ കൃത്യമായിരുന്നു. ഇനി അതിൽ ആലോചിക്കാനൊന്നുമില്ല, ഇപ്പോൾ തന്നെ പറയാം. അങ്ങനെ ഒരു പേര് ഒഴിവാക്കിയിട്ട് ഞങ്ങൾക്ക് ഇത്തരമൊരു പദ്ധതി ആവശ്യമില്ല, ഈ ഫണ്ടും ആവശ്യമില്ല. ഒരുപക്ഷെ മറുതലയ്ക്കൽ ഫോണെടുത്ത കൺസൾട്ടൻസ് ബോധരഹിതരായി വീണിട്ടുണ്ടാവും. ഒരു പേര് മാറ്റുന്നതിന്
35 കോടി രൂപ ആരാണ് നഷ്ടപ്പെടുത്തുക? അദ്ദേഹം അത്തരമൊരു നിലപാടെടുത്ത ശേഷം സാദുക്കലി തങ്ങളോടും കുഞ്ഞാപ്പയോടും പോയി പറഞ്ഞപ്പോൾ അവരും പറഞ്ഞത്രേ അതാ നന്നായെന്ന്. മുനവറലി തങ്ങൾ ഒരുപടി കൂടി പറഞ്ഞത്രേ അല്ലെങ്കിലും ഇത്തരം കമ്പനികളുടെ ഫണ്ടുകൾ എന്ന് പറയുന്നത് അതൊന്നും ചിലപ്പോൾ ഒരു ശരിയായ കച്ചവടത്തിൻ്റെ മിച്ചം തുകയൊന്നും ആയിരിക്കില്ല, പലതരത്തിൽ മാനിപ്പുലേറ്റ് ചെയ്യുന്നതാവും. അതിനേക്കാൾ നല്ലത് ഒരു നാട്ടിലെ ജനങ്ങളുടെ ഇഷ്ടത്തോടെ തരുന്ന ആളുകളുടെ ആ സമ്പത്ത് കൊണ്ടത് ചെയ്യുന്നതാകും എന്നതാണ് ആ നിലപാട്. അങ്ങനെ നിലപാട് സ്വീകരിക്കുന്ന മനുഷ്യരുണ്ടല്ലോ, നമുക്കൊന്നും ജീവിതത്തിൽ അങ്ങനെ എല്ലാത്തിനോടും സറണ്ടർ ചെയ്ത് എല്ലാവരുടെയും കാല് പിടിച്ച് എല്ലാവർക്കും കീഴടങ്ങി പറഞ്ഞതൊക്കെ തിരുത്തി പറഞ്ഞ് എല്ലാവരോടും മാപ്പ് പറഞ്ഞ് അങ്ങനെ ഒരു പുളുന്താൻ ജീവിതം എന്തിനാണ് ജീവിതത്തിൽ? നമുക്കൊക്കെ ചില നിലപാടുണ്ട്. തെറ്റിയാൽ നമുക്ക് മാപ്പ് പറയാം, തെറ്റെന്ന് നമുക്ക് ബോധ്യപ്പെടുന്ന നിമിഷം. അതല്ലാതെ നമ്മുടെ ഒരു ലാഭത്തിന് വേണ്ടി, ഒരു നേട്ടത്തിന് വേണ്ടി, ഒരു വിജയത്തിന് വേണ്ടി അത് പാടില്ലാത്ത ചില മനുഷ്യരുണ്ടല്ലോ, അവരെ കാണുമ്പോൾ നമുക്കുമൊക്കെ തോന്നും അതൊരു ശരിയായിരുന്നില്ലേ എന്ന്. നമ്മളും എവിടെയൊക്കെയോ ചില ശരികളുണ്ട് എന്നറിയാതെ ചിന്തിച്ചു പോകും. ഏതായാലും സ്റ്റെപ്സ് കേട്ടപ്പോൾ എനിക്കിഷ്ടപ്പെട്ടു. അതിൽ ഏതെങ്കിലുമൊക്കെ തരത്തിൽ പങ്കാളിയാകണം എന്ന് മനസ്സിൽ ആഗ്രഹിക്കുകയും ചെയ്തു. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞില്ലെങ്കിലും ഞാൻ പറഞ്ഞത് അതായിരുന്നു ആ മനുഷ്യൻ. യാത്ര പറഞ്ഞ് ചേർത്ത് പിടിച്ച് ഇറങ്ങിപ്പോകുമ്പോൾ വെറും മണിക്കൂറുകളുടെ ഒരു കൂടിച്ചേരലിൻ്റെ സന്ദർഭമേ ഉണ്ടായിരുന്നുള്ളെങ്കിലും ഒരു നല്ല പച്ച മനുഷ്യനെ, ഉറപ്പുള്ള മനുഷ്യനെ, നിലപാടുള്ള മനുഷ്യനെ കാണാൻ കഴിഞ്ഞു എന്ന സന്തോഷത്തിലാണ് ആ നിമിഷത്തിൽ ഞാൻ ഉണ്ടായിരുന്നത്.